ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. വെറും ബിരിയാണിയല്ല, പൊതി ബിരിയാണി. ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് വാഴയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അട ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാഴയിലയാണ്. പിന്നെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 6 കപ്പ് വെള്ളം, കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ഒരു 1-2 സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ അരി ഉണ്ടല്ലോ, നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. ഈ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഉണ്ട് കേട്ടോ ചതയ്ക്കുന്ന കൂട്ടത്തിൽ. പിന്നെ കുറച്ച് തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കഷ്ണം നാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ വരും. ഈ വന്ന വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കും. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വെള്ളം മുഴുവനായിട്ട് വറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ വാഴയില ഒരു ബൗളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോറ് വെച്ച് കൊടുക്കുക. ഒരു 1-2 പൂരിയൊക്കെ വെച്ച് കൊടുക്കുക. അതിന് നടുവിലായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഈ ഒരു ചിക്കൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ചും കൂടെ റൈസ് ഇട്ട് അതിന് മുകളിൽ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കിഴി കെട്ടിയെടുക്കുക. ആദ്യം ഞാനൊരു വാഴനാരൊക്കെ വെച്ച് കെട്ടി, അത് അപ്പം തന്നെ പൊട്ടിപ്പോയതുകൊണ്ട് കുറച്ച് നൂലൊക്കെ വെച്ചിട്ട് വേറെയും കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്തതാണ് നമ്മൾ ഈ ഒരു പൊതി ബിരിയാണി. പണ്ട് തട്ടത്തിൻ മറയത്തിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ തുറക്കുന്ന സമയത്ത് ചുറ്റുള്ളതൊന്നും കാണില്ല, അത്രയും നല്ല മണമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു.